ഹായ് ഹലോ വെൽക്കം ടു സി സി ബാങ്ക്. സി സി ബാങ്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രശാന്ത്. അപ്പോൾ നമ്മൾ കുറച്ച് കാലത്തിന് ശേഷമാണ് വീണ്ടും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഒക്കെ നടക്കുന്നുണ്ടാവും. ഒരുപാട് എന്താ പറയുക മിത്തുകൾ അതിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ. എക്സാമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മുന്നിലുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മൾ കാര്യമാക്കണ്ട. ഇതിലൊന്നും നമ്മൾ തലയിട്ട് കൊടുക്കണ്ട. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ട. നമ്മൾ എന്ത് ശ്രദ്ധിച്ചാൽ മതി, നമ്മളെ ലക്ഷ്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ പോസിറ്റീവായുള്ള നല്ല രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഓർഡറുകളും മറ്റു കാര്യങ്ങളും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ആ പ്രതീക്ഷ നമ്മളെ മുന്നിൽ ഉണ്ടാവണം എപ്പോഴും. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, കൂടുതലായിട്ടുള്ള ഒരു സ്ട്രോങ്ങിലൂടെ അല്ലെ, കൂടുതൽ ശക്തിയോടുകൂടി നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ അങ്ങനത്തെ ഉള്ളൊരു പഠനം ഇപ്പം എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ടേക്ക് പോവുക. അധികം വൈകാതെ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും നോട്ടിഫിക്കേഷൻ അടക്കമുള്ള അല്ലെങ്കിൽ പുതിയ നോട്ടിഫിക്കേഷനും അതേപോലെ എക്സാമും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, പ്രോപ്പറായിട്ട് നടക്കുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങളെ പഠനം കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് കോപ്പറേറ്റീവ് അക്കൗണ്ടിങ് എന്നൊരു കാര്യമാണ്. അപ്പോൾ എന്താണ് കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്, ആ കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ ജോലി നേടാൻ വേണ്ടി പോകുന്ന മേഖല സഹകരണ മേഖലയാണ്, അത് കോപ്പറേറ്റീവ് സെക്ടറാണ്. അപ്പോൾ ആ കോപ്പറേറ്റീവ് സെക്ടറിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കോപ്പറേറ്റീവ് അക്കൗണ്ടിങ് എന്ന് വെച്ചാൽ. അതുകൊണ്ടാണ് നമുക്കറിയാം, നമ്മൾ ഈ സഹകരണ മേഖലയിൽ നിങ്ങൾ പോകുന്നതുകൊണ്ടാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ്റെ കൂടെ തന്നെ ഒന്നുകിൽ ഡിഗ്രി ഉള്ളവരാണെങ്കിൽ ബികോം കോർപ്പറേഷൻ, മറ്റുള്ളവരാണെങ്കിൽ എന്താണ് HDC JDC പോലുള്ള കോഴ്സുകളൊക്കെ ചെയ്ത ആൾക്കാരാണ്. സോ അതുകൊണ്ട് തന്നെ അവിടെ കോർപ്പറേഷൻ വളരെ ഒരു ഇമ്പോർട്ടൻസ് നമ്മളെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, വളരെ വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ കോപ്പറേറ്റീവ് അക്കൗണ്ടിങ് എന്താണെന്ന് നോക്കുന്നത്, പ്രോപ്പറായിട്ട് എന്താണ് കോപ്പറേറ്റീവ് അക്കൗണ്ടിങ് മറ്റു കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. നോക്കിയേ, വാട്ട് ഈസ് കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്? എന്താ കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്? കോപ്പറേറ്റീവ് അക്കൗണ്ട് റെഫേഴ്സ് ടു ദി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് സ്പെസിഫിക്കലി ഡിസൈൻഡ് ഫോർ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെ. കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് ആണ് കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്. അപ്പൊ അതൊരു സംശയം നമ്മളെ മനസ്സിലുണ്ടാവും, അങ്ങനെ ഓരോന്നിനും ഓരോരോ അക്കൗണ്ടിങ് ഉണ്ട്. നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ നോക്കി അല്ലെ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നോക്കി. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നതിൽ തന്നെ അവിടെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്ത്, കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട്, മാനേജീരിയൽ അക്കൗണ്ടിങ് അല്ലെ, മാനേജ്മെന്റ് അക്കൗണ്ടിങ് അവിടെ ഉണ്ട് അല്ലെ. അവിടെ എന്താ, വേറൊരു ട്രേഡായി അവിടെ മാറി. സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് കോപ്പറേറ്റീവ് അക്കൗണ്ടിങ് വന്നു. ഇനി ഇതൊന്നുമല്ല, സർവീസ് പ്രൊവൈഡർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മൾ എന്താണ് അക്കൗണ്ടിങ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തുണ്ടാവും, അവിടെ അക്കൗണ്ടിങ്ങിൽ മാറ്റമുണ്ട്, അക്കൗണ്ടിങ്ങിലുള്ള അവിടെ ഫോർമാറ്റിൽ മാറ്റമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പല മാറ്റങ്ങളും അക്കൗണ്ടൻസിയിൽ അല്ലെ അക്കൗണ്ടിങ്ങിൽ ഉണ്ടാവും. അപ്പൊ ഇവിടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറയുന്ന അക്കൗണ്ടിങ് രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോപ്പറേറ്റീവ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ എന്തൊക്കെ ഇൻവോൾവ് ചെയ്യുന്നത്, ഇറ്റ് ഇൻവോൾവ് ദി റെക്കോർഡിങ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. കോപ്പറേറ്റീവ് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനും അവ ക്ലാസിഫൈ ചെയ്യാനും സമ്മറൈസ് ചെയ്തുകൊണ്ട് ഒരു അവിടുത്തെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഒക്കെ സമ്മറൈസ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, നമ്മൾ കോപ്പറേറ്റീവ് അക്കൗണ്ടിങ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആൻഡ് റിലവന്റ് റൂൾ. ഇത് പ്രിപ്പയർ ചെയ്യുന്ന എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, നമ്മളെ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട്, അതുമായി ബന്ധപ്പെട്ട റൂള് അല്ലെ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. നിങ്ങൾക്ക് അവിടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുള്ള റൂളുകളും ആക്ടുകളും വലിയ രീതിയിൽ പഠിക്കാൻ തന്നെ ഉണ്ട് അല്ലെ. നമ്മളെ സിലബസിൽ തന്നെ കാണാം, വലിയൊരു മാർക്കിന് ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ റൂളുകളും അതേപോലെ ആക്ടുകളും നിങ്ങൾക്ക് പഠിക്കാനുമുണ്ട്. ഓക്കെ, നെക്സ്റ്റ് തിങ് എന്തായിരിക്കാം, ഒരു കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തായിരിക്കാം നോക്കിയേ. ഒന്ന്, യൂസിങ് ദി ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ. എന്താണ്, പ്രധാനമായിട്ടും അവിടെ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ ആണ് ഉപയോഗിക്കുന്നത്. പിന്നീട് പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ഉണ്ട്, പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട് ഉണ്ട്. അവിടെ എന്താണ്, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ബൈ ദി കൺസ്യൂമർ സൊസൈറ്റീസ്. കൺസ്യൂമർ സൊസൈറ്റീസ് എന്തൊക്കെയാണ്, അവർ ട്രേഡിങ്ങും P&L അക്കൗണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇതാണ് പ്രധാനമായിട്ടുള്ള സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. ദെൻ ബുക്സ് ആൻഡ് രജിസ്റ്റേഴ്സ് കെപ്റ്റ് ബൈ ഓൾ കോപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ കെപ്റ്റ് ചെയ്യുന്ന ബുക്സും രജിസ്റ്റേഴ്സും ഏതൊക്കെയാണ്. കാരണം നമ്മൾ അക്കൗണ്ടൻസി പഠിക്കുന്ന സമയത്ത് ഇതൊരു വലിയൊരു വിഷയമാണ്, ബുക്ക് കീപ്പിംഗ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അല്ലെ. ബുക്ക്